സമകാലിക പ്രാധാന്യമുള്ള വിഷയങ്ങളെ ജീവിതഗന്ധിയായി അവതരിപ്പിച്ച് തൻ്റെ എഴുത്തിനെ, പ്രത്യേകിച്ച് ബ്ലോഗ് എഴുത്തുകളെ ഡോക്ടർ ജോർജ് പടനിലം ശ്രദ്ധേയമാക്കുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ബ്ലോഗ് എഴുത്തുകൾ ഏറെ ആസ്വാദ്യമാണ്. അദ്ദേഹത്തിൻ്റെ ഭ്രാന്തൻ ചിന്താസരണി എന്ന ആശയത്തെക്കുറിച്ച് 1-2 എപ്പിസോഡുകളിൽ നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു. അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് ഈ എപ്പിസോഡിലും സംഭവിക്കുന്നത്. ഡോക്ടർ, അങ്ങയുടെ ഭ്രാന്തൻ ചിന്താസരണി എന്ന ആ ഒരു ആശയത്തെക്കുറിച്ച് ഇതിനോടകം നമ്മൾ 1-2 എപ്പിസോഡുകളിൽ ചർച്ച ചെയ്തു തുടങ്ങി. ഇവിടെയും അതുതന്നെ ചർച്ച ചെയ്യാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അവിടെ ഈ യജമാനൻ അടിമ ബന്ധത്തെക്കുറിച്ച് ഒരു പരാമർശം ഇതിനോടകം കണ്ടു കഴിഞ്ഞു. ആ ഒരു ബന്ധത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ആഴത്തിൽ അതിനെക്കുറിച്ച് അങ്ങേക്ക് എന്താണ് പറയുവാനുള്ളത്? കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചർച്ച ചെയ്തതുപോലെ ആനയ്ക്ക് സ്വന്തം ഭാവം, അഹംഭാവം, ഞാൻ ആരാണ് എന്നുള്ള ആ ഭാവത്തെക്കുറിച്ച് വളരെയധികം ലജ്ജ തോന്നുകയും അതിനോട് വളരെയധികം വിദ്വേഷവും വെറുപ്പും ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വന്തമായിട്ട് ആരാണ് എന്ന് ഈ അടിമ ചിന്തിക്കാനിടയാകുകയാണെങ്കിൽ അതിന് വലിയ അപകർഷതാബോധമോ അല്ലെന്നുണ്ടെങ്കിൽ ആക്രമണാസക്തിയോ എന്തെങ്കിലും ഉണ്ടാകുമെന്ന് ഭയപ്പെടുന്നത് കൊണ്ട് യജമാനൻ ഒരു വിദ്യ പ്രയോഗിച്ച്, അതായത് നിങ്ങൾ അകത്തോട്ടൊന്നും നോക്കരുത്, അകത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്നത് മുഴുവൻ അശുദ്ധിയാണ്, എന്നാൽ പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിനേക്കാളും കൂടുതൽ അശുദ്ധി നിങ്ങൾക്ക് കാണാൻ നോക്കും. മറ്റുള്ളവരൊക്കെ നിങ്ങളെക്കാളും അശുദ്ധരാണ്, മഹാപിഴച്ചവന്മാരാണ്. അതുകൊണ്ട് അവരെ നന്നാക്കാൻ നോക്കുക, അവരെ എങ്ങനെയെങ്കിലും നല്ല മാർഗത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് വേണ്ടി വന്നാൽ ആക്രമിക്കുകയോ ഉപദ്രവിക്കുകയോ ഒക്കെ ചെയ്യുക. എങ്ങനെയാണെങ്കിലും അവരെ നല്ല വഴിയിലേക്ക്, നമ്മുടെ വഴിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണമെന്ന് ഈ അടിമയെ പ്രേരിപ്പിക്കുകയാണ്. അപ്പം ഈ അടിമ മറ്റുള്ളവരെ ഉപദേശിക്കാൻ ചെല്ലുമ്പോൾ അവർക്കത് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. അവർ അത് തീർച്ചയായിട്ടും അതിനെ പ്രതിരോധിക്കും. ആ പ്രതിരോധം ചിലപ്പോൾ ആക്രമണത്തിന് ഇടയാകുമ്പോഴത്തേക്ക് അതിന് കീഴ്വഴങ്ങി കൊടുക്കരുത്, അതിന് യാതൊരു കാരണവശാലും കീഴടങ്ങരുത്, അത് വിശ്വാസത്തിൻ്റെ നിങ്ങളതിന് രക്തസാക്ഷികളാകണം, ഇതാ എന്നൊക്കെയാണ് ഈ യജമാനൻ അല്ലെങ്കിൽ യജമാനൻ്റെ പ്രബോധകർ ഈ അടിമയെ ഉദ്ബോധിപ്പിക്കുന്നത്. മറ്റുള്ളവരെ തോൽപ്പിക്കുന്നിടത്താണ് നിങ്ങൾ വിജയിക്കുന്നത്. അതെ, അപ്പം അതാണ്. അതായത് അവരെ എങ്ങനെ നിങ്ങൾക്ക് തോൽപ്പിക്കാൻ ഒക്കുമോ, അതിനെ തോൽപ്പിക്കുമ്പോൾ നിങ്ങളുടെ കീർത്തി വർദ്ധിക്കും, നിങ്ങൾ കൂടുതൽ വിരാജിക്കും, കൂടുതൽ മേന്മയോടുകൂടി വിരാജിക്കും. ആ ചിന്തയിൽ ഇവരെ, അതായത് അവൻ്റെ ബലഹീനത എൻ്റെ ശക്തിയാണ്, അവൻ്റെ പരാജയം എൻ്റെ വിജയമാണ്, അവൻ തോറ്റെങ്കിൽ മാത്രമേ ഞാൻ വിജയിക്കത്തുള്ളൂ. രണ്ട് കൂട്ടർക്ക് ഒരുമിച്ച് വിജയിക്കാൻ ഒക്കുക എന്നുള്ളത് ഈ അഹംഭാവത്തിൽ, ഈ ചിന്താസരണയിൽ, ഈ ഭ്രാന്തൻ ചിന്താസരണയിൽ അചിന്ത്യമായ ഒരു ചിന്താഗതിയാണ്. രണ്ടു പേർക്ക് ഒരുമിച്ച് വിൻ വിൻ സിറ്റുവേഷൻ എന്നുള്ളത് സാധ്യമല്ല. മറ്റുള്ളവനെ തോൽപ്പിക്കുക മാത്രമാണ് നിന്നെ വിജയിക്കാനുള്ളത്. അവൻ എത്ര കേമനാണോ അത്രയും നിൻ്റെ ശക്തി, നിൻ്റെ കീർത്തി വർദ്ധിക്കും. അതായത് നമ്പർ 1നെ തോൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ, നമ്പർ 1 ടോമിനെ ഞാൻ കീഴടക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയ്ക്കും എൻ്റെ കീർത്തി, മാന്യതയും ബഹുമാന്യതയും ഒക്കെ അങ്ങ് വർദ്ധിക്കുമെന്ന് വിചാരിച്ചു. അപ്പോൾ മറ്റവൻ്റെ പരാജയം നിൻ്റെ വിജയം, അതാണ്. അപ്പോൾ അതിന് ഒരു വാക്ക്, നല്ലൊരു സുന്ദരമായ ഒരു സ്വീറ്റ് വേർഡ് മാസ്റ്റർ കണ്ടുപിടിച്ചു, യജമാനൻ കണ്ടുപിടിച്ചു, മത്സരം എന്നും പറഞ്ഞ്. ഇതൊരു മത്സരമാണ്. ഈ ജീവിതം എന്ന് പറയുന്ന ഒരു മത്സരമാണ്. മറ്റുള്ളവനെ കീഴടക്കുക എന്നുള്ളതാണ് മത്സരത്തിൻ്റെ പ്രധാന ലക്ഷ്യം. എത്ര ആൾക്കാരെ കീഴടക്കാമോ, എത്ര ആൾക്കാരെ നമ്മുടെ മാർഗത്തിലേക്ക് കൊണ്ടുവരാമോ അത്രയ്ക്ക് യജമാനൻ്റെ സാമ്രാജ്യം വലുതാകുകയാണ്. യജമാനൻ്റെ സാമ്രാജ്യം വലുതാകുന്നതിനനുസരിച്ച് സാമ്രാജ്യത്തിൽ ഈ അടിമയ്ക്കുള്ള സ്ഥാനവും വർദ്ധിക്കുകയാണ്. അപ്പം വേറൊരു അടിമയെ കൂടി
കാട്ടിൽ നടക്കുന്ന വേറൊരു കാട്ടാനയെ കൂടി ഇങ്ങനെ ചതിക്കുഴിയിലാക്കി യജമാനൻ കൊണ്ടുവരുമ്പോൾ ഈ കാട്ടാനയെ പരിശീലിപ്പിക്കാനായിട്ട് ഈ ആനയാണ് ഉപയോഗിക്കുന്നത്. ഇതിന് താപ്പാന എന്ന് നമ്മൾ സാധാരണ പറയാറില്ല. അപ്പോൾ താപ്പാനയെ കൊണ്ട് ഈ ആനയെ പരിശീലിപ്പിക്കുകയാണ്. അപ്പോൾ ഇതിനെ യജമാനൻ ഏത് രീതിയിലാണ് പരിശീലിപ്പിച്ചത് ആ രീതിയിൽ തന്നെ ഈ കാട്ടാനയെ ഈ താപ്പാന പരിശീലിപ്പിക്കുകയാണ്. അതിനെ ഉപദ്രവിക്കാവുന്നിടത്തോളം, അതിനെ കീഴ്പ്പെടുത്താവുന്നിടത്തോളം, അതിനെ മാനക്കേട് വരുത്താവുന്നിടത്തോളം രീതിയിൽ അതിനോട് സംസാരിച്ചും അതിനെ ഭക്ഷണം കൊടുക്കാതെയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലൊക്കെ പീഡിപ്പിച്ച് അതിനെ അതല്ലാതാക്കി അത് വീണ്ടും അതാരാണെന്ന് അറിയാൻ വയ്യാത്ത ഒരു സ്റ്റേജിൽ വന്ന് അതിൻ്റെ ചിന്താക്കുഴപ്പം അങ്ങേയറ്റം വരുമ്പോഴത്തേക്ക് അവർ ഈ താപ്പാന പറയുകയാണ്, എൻ്റെ യജമാനനെ പോലെ ഇത്രയും സ്നേഹസമ്പന്നനായ ഒരു യജമാനനെ കിട്ടത്തില്ല. നിന്റെ പെറ്റമ്മയേക്കാളും കാര്യമായിട്ടാണ് നിന്നെ സ്നേഹിക്കുന്നത്. നിന്നെ ഈ കുഴിയിൽ വീണ നിന്നെ ഇതിനകത്തുനിന്ന് ഉദ്ധരിച്ചുകൊണ്ട് വന്ന് നിന്നെ ഒരു ആനയാക്കി വീണ്ടും മനത്തിലേക്ക് കൊണ്ടുപോകാനും മാത്രം അത്രയ്ക്ക് ഉദാരമതിയും സ്നേഹസമ്പന്നനുമായ ഒരു യജമാനനാണ് എനിക്കുള്ളത് എന്നും പറഞ്ഞ് അവനെ യജമാനൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകും. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് വീണ്ടും പഴയ പോലെ തന്നെ ഇവരെ ഈ മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്ത് വീണ്ടും ഒരു അടിമയാക്കി അത് ശരിക്കും അടിമയാണെന്ന് ബോധ്യപ്പെട്ട് കഴിയുമ്പോഴത്തേക്ക് ഇവരുടെ കൂട്ടത്തിൽ ചേർക്കും, അടിമകളുടെ കൂട്ടത്തിൽ ചേർക്കും. അങ്ങനെ ഈ അടിമകളുടെ ഈ സംഖ്യ വർദ്ധിച്ചു വന്നപ്പോൾ പറ്റിപ്പോയത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഒരേ ജോലിയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് മത്സരത്തിന് വലിയ ഇതില്ല. അതുകൊണ്ട് യജമാനൻ തീരുമാനിച്ചു വേറൊരു പ്രത്യേക പാഠ്യപദ്ധതി, ഒരു കരിക്കുലം ഇതിന് വേണ്ടിയിട്ട് നമുക്ക് നിർമ്മിക്കാം. അതിനുവേണ്ടി കുറച്ച് അധ്യാപകന്മാരെ പുള്ളി ട്രെയിൻ ചെയ്തെടുത്തു. എന്നിട്ട് ഈ അധ്യാപകർ ഒരു പാഠ്യപഠന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരംഭത്തിൽ തന്നെ ഇവർക്ക് അവരുടെ ലിമിറ്റേഷൻസ്, അവരുടെ തന്നെ പരിമിതികൾ അവരെ ബോധ്യപ്പെടുത്തത്തക്ക രീതിയിൽ അവരെ പരിശീലിപ്പിക്കാൻ തുടങ്ങി. ഒരു ഉദാഹരണമായിട്ട് ഈ ആനകളുടെ നമ്പർ വർദ്ധിച്ചെന്ന് പറഞ്ഞതുപോലെ തന്നെ കൂടുതൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകാനൊക്കെ തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് കുട്ടിയാനയെ പരിശീലിപ്പിക്കുന്നത് ഒരു പ്രത്യേക രീതിയിലായിരുന്നു. അതായത് ഒരു കുട്ടിയാന ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിൻ്റെ കഴുത്തേൽ ഒരു വലിയ ചങ്ങല, ഭാരമുള്ള ഒരു ചങ്ങല കെട്ടും. ആ ചങ്ങല ഇത് വലിച്ചുകൊണ്ട് നടക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അത് ഒരു കുറ്റിയിൽ അടിച്ച് കിട്ടും. അപ്പോൾ ആ കുറ്റിക്ക് ചുറ്റും ഈ ചങ്ങലയുടെ ദൈർഘ്യം അനുസരിച്ച് മാത്രമേ ആനയ്ക്ക് നടക്കാനൊക്കത്തുള്ളൂ. അപ്പോൾ അത്രയും മാത്രമേ ഇതിന് നടക്കാൻ അവകാശമുള്ളൂ എന്നുള്ളൊരു ചിന്ത ക്രമേണ ഇതിൻ്റെ മനസ്സിലുണ്ട്. ഈ കുട്ടിയാനെ അത് കഴിഞ്ഞേച്ച് ഒരു വർഷത്തോളം ഈ കുട്ടിയാനയുടെ കഴുത്തിൽ ഈ വലിയ ഭാരമുള്ള ചങ്ങല കെട്ടിയിരിക്കുന്നതുകൊണ്ട് ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് ഈ ചങ്ങല കുട്ടിയാനയുടെ കഴുത്തിൽ നിന്ന് അടിച്ചിട്ട് വെറും ഒരു കയറ് മാത്രമേ കെട്ടത്തുള്ളൂ. പക്ഷേ എന്നാലും കുട്ടിയാനയുടെ ചിന്ത മുഴുവൻ എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ കഴുത്തിൽ ഈ കട്ടിയുള്ള ചങ്ങല കിടപ്പുണ്ട്. അതുകൊണ്ട് ഈ സർക്കിളിനകത്തുനിന്ന് പുറത്തേക്ക് കുട്ടിയാന പോകുന്ന പ്രശ്നമേ ഇല്ല. ഈ സർക്കിളിനകത്തുള്ള സ്ഥലം ഇതിൻ്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, സ്വകാര്യ സ്വത്താണ്. അതുപോലെ തന്നെ ഇതിൻ്റെ എന്നാ ഒരു ബാഡ്ജ് ഓഫ് ഓണർ, എൻ്റെ യജമാനൻ്റെ പ്രജയാണ് ഞാനെന്നുള്ള ആ ബാഡ്ജ് ഓഫ് ഓണർ ആ കഴുത്തെ കെട്ടി അതിനകത്ത് മാത്രം നിന്നുകൊണ്ട് മറ്റാരെയും അതിനകത്ത് പ്രവേശിപ്പിക്കാതെ നിൽക്കുന്നതാണ്. അതാണ് ആ പ്രൈവറ്റ് പ്രോപ്പർട്ടി, ആ കൺസെപ്റ്റ് മനസ്സിലുണ്ടാക്കുന്നതിൻ്റെ ഇതെങ്ങനെയാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും ജോലി ചെയ്യാനായിട്ട് പണ്ട് വനത്തിലായിരുന്നപ്പോഴത്തേക്ക് അതിന് ഇഷ്ടമുള്ളത് ചെയ്യായിരുന്നു. ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം, ഇഷ്ടമുള്ളിടത്ത് ഓടി നടക്കാം, ഇഷ്ടമുള്ളപ്പം വിശ്രമിക്കാം. ഇവിടെ ഇപ്പം യജമാനൻ പറയുന്ന സമയത്ത് മാത്രമേ അവർക്ക് ഭക്ഷണം കഴിക്കാനൊക്കത്തുള്ളൂ, വിശ്രമിക്കാനൊക്കത്തുള്ളൂ. ഇന്ന സമയത്ത് ഇന്ന സമയം വരെ ജോലി ചെയ്യണം, ഇന്ന ജോലിയാണ് ചെയ്യേണ്ടത്. ഇഷ്ടം പോലെ അതിന് ചെയ്തുകൊണ്ടിരുന്ന കാലത്ത് ജോലി എന്നുള്ള ഒരു ചിന്ത തന്നെ അതിലില്ലായിരുന്നു. അതിനിഷ്ടമുള്ളത് ചെയ്യുക. അതേസമയം ഇന്നത് ചെയ്യണമെന്ന് നിർബന്ധമായിട്ട് അതിനെക്കൊണ്ട് ചെയ്യിക്കാൻ തുടങ്ങിയപ്പോൾ ജോലി എന്നുള്ളതും അതിന് വേതനം കിട്ടണമെന്നുള്ളതും ഒക്കെ ഉള്ള ചിന്തകളൊക്കെ വന്നു. അങ്ങനെ ആ സൊസൈറ്റി ഇങ്ങനെ ക്രമപ്പെടുത്തി. ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ കോമ്പറ്റീഷൻ വന്നപ്പോഴത്തേക്ക് ഇതിന് സ്പെഷ്യലൈസേഷൻ വേണമെന്ന് തീരുമാനിച്ചു. അതായത് എല്ലാ ട്രിക്കുകളും ഒരേ കൂട്ടർ തന്നെ എല്ലാ ട്രിക്കുകളും ചെയ്തു കഴിഞ്ഞാൽ അതിനകത്തൊരിതില്ല. അതുകൊണ്ട് ഇവർ തമ്മിൽ പുള്ളിയുടെ പ്രജകൾ തമ്മിൽ തന്നെ കോമ്പറ്റീഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്പെഷ്യലൈസേഷൻ, ഒരു കൂട്ടർക്ക് ഒരു വിദ്യ പഠിപ്പിക്കുക, വേറൊരു കൂട്ടരെ വേറൊരു വിദ്യ പഠിപ്പിച്ചിട്ട് അവർ തമ്മിൽ കോമ്പറ്റീഷൻ നടത്തുക, എന്നിട്ട് ഈ കോമ്പറ്റീഷൻ പുറത്ത് കൊണ്ടുപോവുക. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കൂടുതൽ പാരിതോഷികങ്ങളും അതും ഇതുമൊക്കെ ഈ ജേതാക്കൾക്ക് കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ഇതൊരു വലിയ മേളമാക്കി മാറ്റി ഈ മത്സരം. അപ്പം ഇവരെപ്പോഴും തോൽക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ജയിക്കുന്ന ആൾക്കാർക്ക് കൂടുതൽ
ഇത് ഉത്കണ്ഠയാണ്. അടുത്ത പ്രാവശ്യം ജയിക്കാൻ ഒക്കുമോ, നമ്മുടെ ടൈറ്റിൽ നമുക്ക് കീപ്പ് ചെയ്യാൻ ഒക്കുമോ, അതോ ഞാനിപ്പം നമ്പർ 1 ആണ്, പക്ഷേ എപ്പോഴാണ് എൻ്റെ അത് തെറിച്ചു പോകുന്നതെന്ന് അറിയാൻ വയ്യ. അതുകൊണ്ട് ഇവർക്ക് കൂടുതൽ ആശങ്കയോടുകൂടി കൂടുതൽ കരുത്തോടുകൂടി ഇവർ വീണ്ടും വീണ്ടും ഇത് പ്രാക്ടീസ് ചെയ്യുകയാണ്. അടുത്ത കോമ്പറ്റീഷൻ റെഡിയാക്കുകയാണ്. തോറ്റവർക്കാണെന്നുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം ജയിക്കണമെന്നല്ല. അപ്പം അങ്ങനെ ഈ ബിസിയായിട്ട് എപ്പോഴും മനസ്സിൽ ഇങ്ങനെ ഈ ഞാൻ ആരാണെന്നുള്ള ചോദ്യം ഒരിക്കലും ഉയരാത്ത രീതിയിൽ ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെന്നുള്ളൊരു ആശങ്ക ഒരിക്കലും മനസ്സിൽ മുളയ്ക്കാതിരിക്കാനായിട്ട് ആണ് ഇവരെ എപ്പോഴും ഇങ്ങനെ ഇത് കർമ്മനിരതരായിട്ട് നിൽക്കുക. ചുമ്മാ വെറുതെ ഇരിക്കുന്നവൻ മണ്ടനാണ്, അവൻ ബുദ്ധിശൂന്യനാണ്, അവൻ കൊള്ളരുതാത്തവനാണ് എന്ന് ബ്രാൻഡ് ചെയ്യുകയും മറ്റിങ്ങനെ ഓടി നടക്കുന്നവർ വലിയ മിടുക്കരാണ്, ക്യാമറയാണ് എന്ന് ഇത് ബ്രാൻഡ് ചെയ്യുകയും ചെയ്ത് യജമാനൻ ഇങ്ങനെ പുള്ളിയുടെ ഈ സാമ്രാജ്യം ഇങ്ങനെ കെട്ടിപ്പടുക്കുകയാണ്. മറ്റുള്ളവരെ തോൽപ്പിക്കുന്നിടത്താണ് വിജയം അടങ്ങിയിരിക്കുന്നത് എന്നും മറ്റുമുള്ള ആ ഒരു പ്രയോഗങ്ങളിലൂടെ യജമാനൻ ഈ അടിമയെ അധീനപ്പെടുത്തുകയാണ്. തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് മുന്നോട്ട് പോകുവാൻ, യജമാനൻ്റെ ജീവിത ആദർശങ്ങൾക്ക് അനുസരിച്ച് മുന്നോട്ട് പോകുവാൻ അടിമ പ്രേരിതനാവുകയാണ് ഇവിടെ. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ഒരു ഭ്രാന്തൻ ചിന്താസരണി എന്ന ഈ ആശയത്തിന് ഡോക്ടർ പേരിട്ടതെന്ന് തന്നെ നമുക്ക് തോന്നുകയാണ്. അടുത്ത എപ്പിസോഡിലും ഈ ആശയത്തിൻ്റെ ആഴത്തിലുള്ള ഒരു തുടർച്ച, ഒരു പഠനം നമുക്ക് പ്രതീക്ഷിക്കാം.